സുഹൃത്തുക്കളെ, എൻ്റെ നിരകളിലേക്ക് മധു നായർ ഏവരെയും വീണ്ടും ക്ഷണിക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്ന് തുനിയുന്നത്. വലിയ വലിയ സംഭവ വികാസങ്ങളാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു പഴയ കെട്ടിടം ഇടിഞ്ഞു വീഴുന്ന ദാരുണമായി ഒരു മധ്യവയസ്ക മരിച്ചു. അതോടൊപ്പം മെഡിക്കൽ കോളേജിൽ അത്യാവശ്യമായ സർജറിക്ക് വേണ്ടിയുള്ള ടൂൾസ് ലഭ്യമാകുന്നില്ല. അത് സഹിക്കവയ്യാതെ അവിടുത്തെ ഒരു സീനിയർ ഡോക്ടർ തന്നെ പരസ്യപ്രസ്താവന നടത്തി. അത് അച്ചടക്ക നടപടിയിലേക്ക് നീങ്ങുന്നു. അതൊക്കെ വലിയ വലിയ വാർത്തയായിട്ട് കേരളത്തിലെ ഈ പറയുന്ന സർക്കാർ എന്താ പറയുക ആശുപത്രികളിൽ ചികിത്സ വളരെ ശോചനീയാവസ്ഥയിലാണെന്നൊക്കെ ഒരു പ്രചരണം ഉണ്ടാകുന്നത് ശരിയല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് പാർട്ട്ലി അത് ശരിയാണ്. കാരണം കേരളത്തിലെ ഈ പറയുന്ന മെഡിക്കൽ ഹെൽപ്പ് ആക്ച്വലി എൻ്റെ അനുഭവത്തിൽ നിന്നും അത് ഒരു വേൾഡ് സ്റ്റാൻഡേർഡാണെന്ന് വേണമെങ്കിൽ പറയാം. സ്പെഷ്യാലിറ്റി കേസസ് അനവധി പ്രൈവറ്റ് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന എങ്ങനെയാണിത് കോർപ്പറേറ്റ് ആവുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഒരു ആശുപത്രി കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഒരാളിൻ്റെ വകയാണെങ്കിൽ പോലും അതൊരു കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ. അപ്പോൾ അവർ അമിതമായ ചാർജുകൾ ഈടാക്കുന്നു. ഇങ്ങനെ കുറേ പരാതികൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും ആക്ച്വലി ഗ്രാമാന്തരങ്ങളിൽ പോലും ഒരു അലോപ്പതി ഡോക്ടറുടെ സേവനം ഇന്നിവിടെ ലഭ്യമാണ്. അത് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇല്ലാത്തൊരു കാര്യമാണ്. പോയിട്ട് താലൂക്ക് ആശുപത്രിയിലൊക്കെ സ്പെഷ്യാലിറ്റി കെയർ പോലും സ്പെഷ്യലിസ്റ്റുകളെ പോലും നിയമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വളരെ ആരോഗ്യകരമായ ഒരു ആരോഗ്യ മേഖലയാണ് ശരിക്ക് നിലവിലുള്ളത്. ഇപ്പോൾ എൻ്റെ ഒരു സ്വന്തം അനുഭവം തന്നെ പറയാം. ആക്ച്വലി ഹൃദയം കയറി ശല്യം ഉണ്ടാക്കി തുടങ്ങി. അത് ഒരു ബൈപ്പാസ് സർജറിയിൽ കൂടി മാത്രമേ ജീവിച്ചിരിക്കാൻ നിവൃത്തിയുള്ളൂ എന്നറിഞ്ഞപ്പോൾ 3 മക്കൾ അമേരിക്കയിൽ അവർ ഓടി വന്ന് എന്നെ തൂക്കിയെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷേ ഞാൻ ഇവിടെ തന്നെ തലസ്ഥാന നഗരിയിലെ ശ്രീചിത്ര ആശുപത്രിയിൽ സർജറി നടത്തി. ഏതാണ്ട് 10 കൊല്ലമാവുന്നു. പേഴ്സണലി ഒരു പുതിയ എൻജിൻ ഫിറ്റ് ചെയ്ത മാതിരിയാണ്. അപ്പോൾ അത്തരത്തിൽ ഏതൊരു വിധത്തിലുള്ള ക്വാളിറ്റി കോംപ്രമൈസും ഇല്ലാതെ നടക്കുന്ന ആരോഗ്യ ചികിത്സാ സമ്പ്രദായം ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് വച്ചിരിക്കുന്നത് ഇങ്ങനെ ഈ പറയുന്ന പഴയ കെട്ടിടങ്ങൾ ഇതെല്ലാം തന്നെ ആക്ച്വലി അവരുടെ ഈ ഹെൽത്ത് മിനിസ്ട്രിയുടെ കീഴിലല്ല, അതൊക്കെ പബ്ലിക് വർക്സിൻ്റെ കീഴിലാണ്. അവരുടെ കാര്യങ്ങളാണെങ്കിൽ നൊട്ടോറിയസ് അല്ലേ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ശാപമാണ് സംസ്ഥാനത്തിൻ്റെ പബ്ലിക് വർക്സിന്. റോഡുകളിലെ കുഴി തൊട്ട് സമയത്തിന് ഒന്നും ചെയ്യാതെയും അതുപോലെ തന്നെ ചെയ്യാൻ കോൺട്രാക്ട് കൊടുത്ത കോൺട്രാക്ടർക്ക് പൈസ കൊടുക്കാതെയും ഇങ്ങനെ എത്ര കാലമായിട്ട് അതിന് ഇതൊരു ശാശ്വത പരിഹാരം അടുത്തൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ അവരുടെ തകരാറാണ് ഈ ആശുപത്രി കെട്ടിടങ്ങളൊക്കെ ഈ ശോചനീയാവസ്ഥ. പിന്നെ വേറൊരു വലിയ പരാതി കേൾക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി മെഡിക്കൽ ഹെൽപ്പിനായി അമേരിക്കയിലേക്ക് പോകുന്നു. അതൊരു വലിയ ആക്ഷേപകരമായിട്ട് അത് ഒന്നും ഒരു മതസംഘടന തന്നെ അത് പറഞ്ഞിരിക്കുക. ഇതൊരു ബോഷ്കത്തരമാണിത് ആക്ച്വലി. എത്രയോ അമേരിക്കക്കാരും വെസ്റ്റേണേഴ്സുകൂടെ ആയുർവേദ ചികിത്സയ്ക്ക് ഇന്ത്യയിൽ വരുന്നുണ്ട്. ചികിത്സ എവിടെ നല്ലവണ്ണം കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ പോകാനുള്ള ഒരു അവകാശം ഒരു വ്യക്തിയുടെ അവകാശമല്ലേ അത്. അത് പോയിട്ട് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ക്വാളിറ്റി കെയർ മെഡിക്കൽ ഫീൽഡിൽ അമേരിക്കയുടെ ഹിസ്റ്ററി അതുല്യമാണ്. അവർക്ക് ചെയ്യാക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. അത്തരത്തിലാണ് അവിടുത്തെ ചികിത്സ സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ ലഭ്യമാണെന്നുള്ളത് വേറൊരു കാര്യം. അവിടെ ഇൻഷുറൻസ് കമ്പനികളെല്ലാം കൂടി ഒരു പരുവമാക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു പനി വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ ചെന്ന് കാണണമെങ്കിൽ ചുരുക്കത്തിൽ നടക്കാത്ത കാര്യമാണ്. അവിടെ നേഴ്സ് പ്രാക്ടീഷണറെ കാണാൻ പോകും. പിന്നെ ഇൻഷുറൻസിൻ്റെ പ്രത്യേക പടലകൾ അതിനൊരു ഒരു ശാന്തി ഉണ്ടാക്കിയത് ആക്ച്വലി ഒബാമയുടെ കാലത്ത് ഒബാമ കെയർ എന്ന് പറഞ്ഞിട്ടൊരു അതിനെല്ലാം ഇപ്പോൾ പാര വെച്ച് പുതിയ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് അങ്ങേരുടെ പുതിയ ബഡ്ജറ്റിൽ ആക്ച്വലി ഏതാണ്ട് കാര്യമായിട്ട് തകരാറുണ്ടാക്കിയിരിക്കുന്നത് ഈ ഹെൽത്ത് മേഖലയിലാണ്. അപ്പോൾ അതൊക്കെ കമ്പയർ നോക്കുമ്പോൾ നമ്മുടെ നാട് എത്രയോ ഭേദമാണ്.
ഇവിടെ ഇപ്പോഴും ആക്ച്വലി എനിക്കറിയാം ഈ ഡെൻ്റൽ കെയർ, കണ്ണിൻ്റെ കെയർ, ഇതൊക്കെ എക്സാക്ട്ലി എക്സലൻ്റായിട്ട് ലോകത്തെവിടെയും നടക്കുന്നതിനേക്കാളും നല്ല വിധത്തിൽ ഇവിടെ നടക്കുന്നുണ്ട്. ആകെ ഉള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മെഡിക്കൽ കോളേജുകൾ അവർക്ക് താങ്ങാനാക്കാത്ത വിധത്തിലുള്ള പേഷ്യൻ്റ് ലോഡ് വരുന്നു. അപ്പോൾ അത്തരത്തിൽ ഏവർക്കും ചികിത്സ നൽകണം എന്നുള്ളത് നല്ല കാര്യം തന്നെ. പക്ഷേ എനിക്ക് തോന്നുന്നു ലോകത്തിൽ വേറെ ഒരു രാജ്യത്തും ഇങ്ങനെ ഈ പരിപൂർണ്ണ സൗജന്യമായിട്ട് ഇത് ഹെൽപ്പ് കൊടുക്കുന്ന രാജ്യമുണ്ടെന്ന്. എല്ലായിടത്തും എന്തെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസ് സ്കീമുണ്ട്. അത് ഇപ്പോൾ ഇത് ബ്രിട്ടനിലാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നാഷണൽ ഹെൽത്ത്, കാനഡയിൽ അതുപോലെ തന്നെ, അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിക്കാരുടെ ഒരു വലിയ എന്താ പറയുന്ന ഒരു കേളി തന്നെയാണ്. ഇവിടെയും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ് ഒരു ഇൻഷുറൻസ് പദ്ധതിക്ക് വേണ്ടി പലതവണ ശ്രമിക്കുകയും അത് പൊതുവെ സ്വീകാര്യമാകുകയും. പക്ഷേ പ്രശ്നം കിടക്കുന്നത് അതിൻ്റെ എന്താ പറയുക ചുമതല ഏറ്റെടുക്കുമ്പോൾ ഒരു തരത്തിലും ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് ഇവിടെ എഫക്റ്റീവായിട്ട് അവർക്ക് ലോട്ടറി മാനേജ് ചെയ്യാൻ സാധിക്കുന്നു. പക്ഷേ ഇത് ഞാനൊരു ആശുപത്രി നടത്തിപ്പുകാരനാണ്. അപ്പോൾ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഇതിൽ പങ്കേറുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയുന്ന റേറ്റിൽ ചികിത്സ കൊടുക്കണം. അത് പല കാര്യങ്ങളിലും അത് നടക്കാത്ത കാര്യം. അതുപോലെ തന്നെ ചികിത്സ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയത്തിന് പൈസ തരില്ല. അങ്ങനെ പല ആശുപത്രികളും അതിൽ നിന്ന് വിട്ടുമാറി നിൽക്കേണ്ട അവസ്ഥയാണ്. ഇതിനൊക്കെയാണ് ഒരു അറുതി വരേണ്ടത്. അതോടൊപ്പം തന്നെ ഈ എൻ്റെ അനുഭവത്തിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് തിരിച്ചിവിടെ വയസ്സുകാലത്ത് വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മെയിൻ കൺസേൺ ഹെൽത്ത് കെയർ. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, എൻ്റെ പിന്നെ അവിടെ കിട്ടുന്നതിനേക്കാളും 10 മടങ്ങ് ഹെൽത്ത് കെയർ ഇവിടെ കിട്ടും. അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് അല്ലറ ചില്ലറ തേച്ചു മിനുക്കലൊക്കെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു മേഖലയാണ് ഹെൽത്ത് കെയർ എന്ന് എൻ്റെ അഭിപ്രായം നിങ്ങളോട് പങ്കിട്ടുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ ജൽപ്പനങ്ങൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.